എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശ്ചല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ പഠനത്തിന്റെ അടുത്ത സെഷനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്നതിനാൽ ഞാൻ ദൈവത്തെ അതിയായിട്ട് വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴമായ സത്യങ്ങളിലേക്ക് ശാന്തമായിട്ട് പോകുവാൻ ഞാനും ക്രിസ്തു യേശുവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു വന്നത് ആദം എന്ന് പറയുന്നയാള് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യനല്ലെന്നും, ആദ്യമായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആദം അല്ലെന്നും, മറിച്ച് വലിയൊരു ജനസമൂഹത്തിന്റെ നടുവിൽ നിന്ന് 31:2 നാം വായിക്കുന്നു, വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് ആ വെള്ളം ജനസമൂഹത്തെ കാണിക്കുന്നത്, ജനസമുദ്രത്തെ കാണിക്കുന്നു. അതിൽ നിന്ന് ദൈവം ഒരാളെ വേർതിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെളിച്ചത്തെ കൊണ്ടുവരട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. വെളിച്ചത്തെ കൊണ്ടുവന്നു ഇരുളിനെ വെളിച്ചത്തിൽ തമ്മിൽ വേർതിരിക്കുന്നു. അപ്പം ഇരുളിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും തമ്മിലാണ് വേർതിരിക്കുന്നത്. തൊട്ടടുത്ത് നമ്മൾ 2-ാം ദിവസം കാണുന്നത് വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച, ദൈവത്തിന്റെ വെളിച്ചം പ്രാപിച്ച മനുഷ്യരെയും ദൈവത്തിന്റെ വെളിച്ചം പ്രാപിക്കാത്ത മനുഷ്യരെയും, അല്ലെങ്കിൽ ഉടമ്പടിയുടെ ജനത്തെയും ഉടമ്പടിയുടെ അല്ലാത്ത ജനത്തെയും തമ്മിൽ വെള്ളങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ അധ്യായം, 2-3 അധ്യായങ്ങൾ ദൈവിക ഉടമ്പടിയുടെ സന്ദേശങ്ങളെ പറയുന്ന അനുഗ്രഹീതമായ വേദ ഭാഗമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളത് അലിഗോറിക്കലി, മെറ്റഫോറിക്കലി ക്രിയേഷന്റെ നറേഷനിൽ സംസാരിക്കുകയാണ്. അതായത് ദൈവത്തിന് പറയാനുള്ള ദൈവിക ആലോചന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതുകൾ ദൈവം സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, 31-ാമത്തെ അധ്യായത്തിൽ തന്നെ അവസാനം വരെ, അതായത് ദൈവം ആരംഭത്തിൽ തന്നെ അവസാനത്തെയും സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രധാനമായിട്ട് ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 31 മുതൽ ആരംഭിക്കുന്നത് ആദാമിനെ ആരംഭിക്കുന്നു. അത് 2-ാമത് ജനത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് കാണുന്നു. 4-ാമത്തെ ദിവസം വരുമ്പോഴേക്കും നമുക്ക് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ ഉത്സവങ്ങളും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. 5-ാം അധ്യായത്തിൽ നമുക്ക് ഇസ്രായേലിനെ ദൈവം ജാതികളുടെ കയ്യിൽ, സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ സമുദ്രത്തിലെ ജന്തുക്കളുടെ കയ്യിൽ, തിമിംഗലങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ മഹത്വത്തോടെ 6-ാമത്തെ ദിവസം മനുഷ്യനായി വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ദിവസമായി ക്രിസ്തു വെളിപ്പെടുകയും തന്റെ ജനത്തെ താൻ ആരെയൊക്കെ വാഴുവാനായിട്ട് നിർമ്മിച്ചുവോ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തുവോ അവരെയൊക്കെ അവരുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ക്രിസ്തുവിന്റെ ഡൊമൈൻ 6-ാം നാളിൽ കാണാൻ പറ്റും. അതിനുശേഷം അത് 7-ാം നാളിലേക്ക് സ്പ്രെഡായി കിടക്കുന്നു. 7-ാം നാൾ വിശ്രമത്തിന്റെ നാൾ, ദൈവപുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൈവികമായ ശാപത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കെപ്പോഴും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും അവസാനിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. പക്ഷെ 7-ാമത്തെ ദിവസം സന്ധ്യയും ഉഷസ്സുമായി അവസാനിക്കുന്നില്ല. അത് എറ്റേണലായി എന്നേക്കുമായി നിലനിൽക്കുന്ന ക്രിസ്തുവിനോടൊപ്പമുള്ള ശാപത്തിനെ നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. സോ ഇതെല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെങ്കിലും അതിനകത്തെ ആഴങ്ങളെ മനസ്സിലാക്കി ധ്യാനിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, എങ്ങനെയാ ദൈവം ആദമിനെ ഉണ്ടാക്കിയത്, ദൈവം എങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ടൊരു പഠനത്തിലേക്ക് അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ പോകുന്നു. നമ്മൾ അതിന് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ ഞാൻ ശാന്തമായിട്ട് വായിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തികച്ച ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ദൈവം ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള ചരാചരങ്ങളെയും തികഞ്ഞു. അതായത് ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം തികഞ്ഞു, ദൈവത്തിന് ചെയ്യാനുള്ളതെല്ലാം തികഞ്ഞു. സത്യത്തിൽ ഞാനത് ആരംഭത്തിൽ പറഞ്ഞു, ഇത് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ കവറന്റ് പീപ്പിൾ. ദൈവത്തിന്റെ ഉടമ്പടിയുടെ ജനവും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയവും തികഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷം ദൈവം സകലത്തിൽ നിന്നും ദൈവം വിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. കഠിനമായ വല്ല പ്രവൃത്തി ചെയ്തയില്ല. 1-ാം നാളിൽ
കൽപ്പിക്കുന്നു, രണ്ടാം നാളിലും സംസാരിക്കുന്നു, 3, 4, 5, 6, 7 6 ദിവസങ്ങളിൽ ദൈവം കൽപ്പിക്കുന്നു, വേർതിരിക്കുന്നു, കൽപ്പിക്കുന്നു, സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ വാക്കുകളെ ഉച്ചരിക്കുകയാണ്. ദൈവം തന്റെ വാക്കുകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവം തന്റെ ശബ്ദം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവം തന്റെ ആലോചന കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ, ശക്തിയോടെ പറയുന്നു, ദൈവം തന്റെ വചനത്തിലൂടെ നിങ്ങളിലും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ പ്രവൃത്തികൾ നടക്കട്ടെ. വചനത്താൽ ദൈവത്തിന്റെ സൃഷ്ടികൾ സംഭവിക്കട്ടെ. വചനത്താൽ ഇല്ലാത്തത് ഉണ്ടായി വരട്ടെ. വചനത്താൽ വേർതിരിക്കപ്പെടേണ്ടത് വേർതിരിക്കപ്പെടട്ടെ. വചനത്താൽ മുളച്ചു വരേണ്ടത് മുളച്ചു വരട്ടെ. വചനത്താൽ സൃഷ്ടിക്കപ്പെടേണ്ടത് സൃഷ്ടിക്കപ്പെടട്ടെ. വചനത്താൽ നിയോഗിക്കപ്പെടേണ്ടത് നിയോഗിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, when you read the Bible, when you check the word of God is going to do something great. So ദൈവം പ്രവർത്തിക്കുന്നു തന്റെ വചനത്തിലൂടെ. ഇന്നും ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷവും നിങ്ങളിലും കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഒരുപക്ഷെ ഈ സെഷൻ തീരുന്നതിന് മുൻപ് ആ പ്രവർത്തികൾ നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. Because I believe that God can change your life. When we speak in the spirit of God, പരിശുദ്ധാത്മാവിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവം ഒറ്റയ്ക്കല്ല. The spirit of God was hovering over there. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ നാം സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നാം ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഉച്ചരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ, നിശ്ചയമായും നമ്മിൽ ഒരു പ്രവൃത്തി നടന്നിരിക്കും. ആ വചനത്തിന് തത്തുല്യമായ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന വചനം നിങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറുകയാണ്. സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുകയാണ്. സുരക്ഷിതത്വം വരികയാണ്. ആരുമല്ല എന്ന തോന്നൽ മാറുകയാണ്. ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. അടുത്ത 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, യഹോവേ ദൈവം ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളത് വായിക്കുമ്പോൾ കാണുന്നത്, ദ ജനറേഷൻ ഓഫ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്, ഇൻ ദ ഡേ ഓഫ് ദ ലോർഡ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആകാശത്തെയും ഭൂമിയും ദൈവം സൃഷ്ടിച്ച നാളിൽ ആ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി വിവരം. ഈ ഉൽപ്പത്തി വിവരം എന്നത് കൊടുക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജനറേഷൻസ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രധാനമായിട്ട് 11 പ്രാവശ്യം ജനറേഷൻ എന്ന പദം കൊടുത്തിട്ടുണ്ട്. ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് ആദ്യം കാണുന്നത് ആദ്യമായി കാണുന്ന ഈ ഭാഗത്താണ്. രണ്ടാമത് നമ്മൾ കാണുന്ന 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആദാമിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ. ആദാമിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ എന്നത് വായിച്ചിട്ട് തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നു, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവനെ ദൈവസാദൃശ്യമുണ്ടായി, ആണും പെണ്ണും അവരെ സൃഷ്ടിച്ച ആൾ അവരെ അനുഗ്രഹിക്കുകയും അവർ ആദാമെന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തനിക്കൊരു മകനെ ജനിപ്പിച്ചു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ മകനെ ശേത്ത് എന്ന് പേരിടുകയാണ്. ഇതിനു മുമ്പ് ആദമിന് മറ്റൊരു 2 മക്കളുണ്ടായിരുന്നു. ഒന്ന് കായനും മറ്റൊന്ന് ഹാബിലും. ഇവർ 4-ാം അധ്യായത്തിൽ കാണുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് ആദമിന്റെ വംശപാരമ്പര്യം, ജനറേഷൻസ്. ടൊലഡോത്ത് എന്ന് പറയുന്ന ഒരു ഹീബ്രു വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം സാധാരണ വംശപാരമ്പര്യം എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ അങ്ങ് പറയണം. പക്ഷെ ഇവിടെ തുടക്കം മുതലല്ല പറഞ്ഞിരിക്കുന്നത്, ഷേത്തിന്റെ ജനനം മുതലാണ് പറഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ അവസാനിച്ച് പുതിയൊരു തുടക്കം. അങ്ങനെയാണെങ്കിൽ ടൊലഡോത്ത് എന്ന വാക്കിന്റെ അർത്ഥം പുതിയൊരു തുടക്കം, പുതിയൊരു വംശാരംഭം അല്ലെങ്കിൽ പുതിയൊരു ആരംഭം കുറിക്കുന്നു. ഞാനിതുകൊണ്ടാണ് പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, 31-ാം അധ്യായത്തിന് ഒരു പ്രത്യേകത, 32-ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 31-ൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, 32-ൽ മനുഷ്യനെ ദൈവം നിയോഗിച്ച് തന്റെ പർപ്പസിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിക്കണം. 31-ൽ ആദമിനെ സൃഷ്ടിക്കുന്നു, നാം നമ്മുടെ ചായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഓർഡൈൻ ചെയ്യുക. സോ ഗോഡ് ചൂസ് ദ മാൻ ഫ്രം ദ ക്രൗഡ് ഓഫ് പീപ്പിൾ ആൻഡ് ഫ്രം ദ സിവിലൈസേഷൻസ് ആൻഡ് ഗീവ് ദം ലൈഫ്. അവരുടെ അതിന്മേൽ ജീവനെ കൊടുത്തു. അവർക്ക് തന്റെ ചായയിലും സ്വരൂപത്തെയും വെളിപ്പെടുത്തുവാൻ ദൈവം അവരെ നിയോഗിക്കുന്നതായിട്ട് ഉൽപ്പത്തിയിൽ കാണുന്നു. എന്നിട്ട് ആ ദൈവിക പേർപ്പസ് ദൈവം നിറവേറ്റുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. ദൈവം അവിടെ നിന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. അതായത് 1-ാം അധ്യായത്തിൽ വലിയ ജനസമൂഹത്തെ കാണാൻ പറ്റും, 2-ാം അധ്യായത്തിൽ നമുക്ക് ഒരു മനുഷ്യനെ കാണാൻ പറ്റും. അവന്റെ പേര് ആദം എന്നാണ്. ശ്രദ്ധിച്ചേക്കണം, ആദം എന്ന വാക്കിനർത്ഥം ഹ്യൂമൻ കൈൻഡ് എന്നാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന വാക്കിനർത്ഥമാണ് ആദം, അല്ലെങ്കിൽ ആദാമിൽ നിന്ന് വന്നവൻ, അദാമ, മണ്ണിൽ നിന്ന് വന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. 31-ൽ മനുഷ്യനെ നമ്മൾ കാണുന്നത് സകലത്തെയും വാഴുവാനായി സൃഷ്ടിക്കുന്നു. 32-ൽ നമ്മൾ അവനെ കാണുന്നത് വാഴുവാനായിട്ടല്ല, മറിച്ച് 2-ാം അധ്യായത്തിൽ അവനെ കുറിച്ച് പറയും, തോട്ടം കാക്കേണ്ടതിനും വേല ചെയ്യേണ്ടതിനും അവനെ അവിടെയാക്കി. ഈ തോട്ടം കാക്കുക, വേല ചെയ്യുക എന്ന വാക്കിന് ഞാൻ ആ വാക്കിന്റെ എബ്രായ ഭാഷ ഒരു വാക്കിൽ നിന്ന് ഓർമ്മിപ്പിക്കാം. തോട്ടം കാക്കുക, വേല ചെയ്യുക. നമ്മളത് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ
15-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാനത് ഒന്ന് ഇംഗ്ലീഷിലെടുത്ത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഇംഗ്ലീഷിൽ വായിക്കുന്നു, the Lord God took the man and put him into the garden and Eden to truss and to keep it. Truss എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡിന്റെ അർത്ഥം അബാദ് എന്നാണ്. അബാദ് എന്ന വാക്കും ഒക്കെ അർത്ഥം സർവീസ് എന്നാണ്. അതായത് ഈ വാക്ക് ബൈബിളിൽ മറ്റെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ദേവാലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അബാദ് എന്ന വാക്ക്. അതായത് കാക്കുക, വേല ചെയ്യേണ്ടതിനും കാക്കേണ്ടതിനും. കീപ്പ് എന്ന വാക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് ഷമാർ എന്നാണ്. അപ്പം അബാദ് ആൻഡ് ഷമാർ എന്ന വേർഡിന്റെ അർത്ഥം ദൈവാലയത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവരെ ശുശ്രൂഷിക്കേണ്ടതിന് അവരെ നിയോഗിക്കണം. ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ദൈവാലയത്തിൽ ശുശ്രൂഷിപ്പാൻ, ദൈവാലയത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതന്മാരെ നിയോഗിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കാണ് അബാദ് ആൻഡ് ഷമാർ. അപ്പോൾ ഇവിടെ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയിട്ടിരുന്ന് തോട്ടം കാക്കണം, വേല ചെയ്യണം. 1-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശത്തിലെ പറവയുടെ മേലും സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ഭൂചര ജന്തുക്കളുടെ മേലും ഇഴയുന്ന സകല ജന്തുക്കളുടെ മേലും വാഴണം. ഇതായിരുന്നു മനുഷ്യന്റെ പർപ്പസ്. എങ്കിൽ ആ പർപ്പസ് പൂർത്തീകരിക്കേണ്ടതിനായി ദൈവം ചൂസ് ചെയ്ത ആദമിനെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഈ തോട്ടത്തെ കാക്കണം, വേല ചെയ്യണം. സോ ദൈവത്തിന്റെ പർപ്പസ് റിവീലാകാൻ പോകുന്നത് നിശ്ചയമായിട്ടും അവന്റെ ആലയത്തിലൂടെയാണ്, അവന്റെ ടെമ്പിളിലൂടെ. ദാറ്റ് മീൻസ് 1-ാം അധ്യായത്തിൽ നാം കിങ്ഡം കാണുന്നു, 2-ാം അധ്യായത്തിൽ നാം അവന്റെ സഭ കാണുന്നു. നൗ എന്നോട് ചേർത്ത് വായിച്ചാൽ, ദ ചർച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയാണ് ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആലയം തന്നെയാണ് ദൈവത്തിന്റെ സഭ. 1-ാം അധ്യായത്തിൽ വാഴുവാനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ 2-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാനാക്കുമ്പോൾ അതിന്റെ അർത്ഥം ദൈവം പറയുന്നത്, നീ എന്റെ ആലയത്തിൽ നിന്നുകൊണ്ട്, എന്റെ ശുശ്രൂഷകനായി നിന്നുകൊണ്ട്, എന്റെ പുരോഹിതനായി നിന്നുകൊണ്ട്, രാജകീയ പുരോഹിതനായി നിന്നുകൊണ്ട് നീ സകല ജനത്തെയും വാഴണം. ഹല്ലേലൂയ. സോ മറന്നു പോകരുത്, ദൈവരാജ്യം വേറെ, ദൈവസഭ വേറെ എന്ന ചിന്ത വേണ്ട. ദൈവരാജ്യം ആണ് ദൈവസഭ, ദൈവസഭ ദൈവരാജ്യത്തിലൂടെയാണ് വെളിപ്പെടുന്നത്, ദൈവരാജ്യം ദൈവസഭയിലൂടെയാണ് മനുഷ്യകുലത്തിന് പ്രയോജനമായി മാറുന്നത്. അങ്ങനെ ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ഞാനിനി ആദമിനെ ദൈവം എവിടെ നിന്നാണ് ചൂസ് ചെയ്തത് എന്ന് ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ എടുക്കേണ്ടത്, ദയവായി നിങ്ങൾ പോകണം. ഞാനിത് തൊട്ടു താഴെയുള്ള 2 വാക്കുകൾ വായിച്ചോട്ടെ. അതായത് ദൈവം പുതിയൊരു തുടക്കം ആരംഭിക്കുന്നു. ആ തുടക്കം ആരംഭിച്ചിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യരുണ്ടായിരുന്നില്ല, ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചിരുന്നില്ല, നിലത്ത് നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചു വന്നു എന്നൊക്കെ പറയുന്നു. മഞ്ഞെന്ന വാക്കിനോട് കൊടുക്കുന്നത് സ്ട്രീം എന്ന ഇംഗ്ലീഷിന്റെ ഒറിജിനൽ കൊടുത്തിരിക്കുന്നത് മഞ്ഞെന്നല്ല, ഇംഗ്ലീഷ് അത് കൊടുക്കുന്നത് സ്ട്രീം എന്നാണ്. അതിന്റെ ഒറിജിനൽ ഭാഷയിൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഉറവകൾ പൊങ്ങി മനുഷ്യനെ നനച്ചു വന്നു എന്നാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം യെരൂശലേമിൽ എപ്പോഴും ഒരു ഉറവയുണ്ട്. ഉറവ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് കിങ്ഷിപ്പ്. എപ്പോഴും അതായത് നമ്മൾ ശലോമോനെയും ദാവീദിനെയും ഒക്കെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മളവരെ കൊണ്ടുവരുന്നത് കാണുന്നത് ഉറവയിങ്കൽ കൊണ്ടുവന്നു. യെരൂശലേമിനടുത്തുള്ള ഒരു ഉറവയിങ്കൽ കൊണ്ടുവന്നിട്ടാണ് ഇവരെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. കാരണം ഉറവയിലേക്ക് കൊണ്ടുവന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിന്റെ വാക്കിന്റെ അർത്ഥം, ഞാൻ അതിന് റെഫറൻസുകൾ ഇപ്പോൾ എടുക്കുന്നതിന് ഞാൻ അതിന് പ്രിപ്പയർ ആയിട്ടല്ല നോക്കിയത്. ഉറവയെങ്കിൽ വെച്ച് അവരെ അഭിഷേകം ചെയ്തു, അതായത് ശലോമോനെ അഭിഷേകം ചെയ്തു. ഇതിന് മറ്റൊരു പ്രധാന പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ രാജാവായിട്ട് അവനെ കൊണ്ടുവരാൻ പോകുന്നു, മഹാപുരോഹിതനായിട്ട് അവനെ കൊണ്ടുവരാൻ പോകുന്നു. ഉറവയിങ്കൽ, അപ്പോൾ ഭൂമിയെ നനപ്പാൻ ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊങ്ങിയെന്ന് കാണുമ്പോൾ ഉറവയിങ്കിൽ നിന്ന് അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ, പുരോഹിതനായി നിയോഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു ഉറവയുടെ പ്രഖ്യാപനം ഉൽപ്പത്തി 2:5-4 വാക്യങ്ങളിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇതിന് വെളിപ്പാട് പുസ്തകം 22 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെ നടുവിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നത് കാണാൻ പറ്റും. സോ സിംഹാസനം ഇരിക്കുന്നു, അതിന്റെ അടിയിൽ നിന്ന് നദി പുറപ്പെടുകയാണ്. അപ്പം അതിന്റെ അർത്ഥം റോയൽ റൂളിംഗ് എവിടെയുണ്ടോ അവിടെ നിന്നാണ് ദൈവത്തിന്റെ റിവർ പുറപ്പെടുന്നത്. ദ സ്ട്രീംസ് ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാമ്രാജ്യം, ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ റോയാലിറ്റി, ദൈവത്തിന്റെ ത്രോൺ ഈസ് കണക്റ്റഡ് വിത്ത് ദ സ്ട്രീം. ആ സ്ട്രീമുമായി കണക്റ്റഡ് ആണ്. ആ സ്ട്രീമിൽ നിന്ന്, അതിന്റെ അടിയിൽ നിന്ന് നദി പുറപ്പെടുന്നു, പളുങ്ക് നദി പുറപ്പെടുന്നു. ആ നദി പോകുന്നിടത്ത് ജീവനുള്ളവരെ ഉണ്ടാക്കുന്നു, ജീവനുള്ളതിനെ സൃഷ്ടിക്കുന്നു, മരിച്ചതിനെ ജീവനുള്ളതാക്കി മാറ്റുന്നു. അത് പോകുന്ന ഇടങ്ങളെല്ലാം ജനവിഭാഗത്തെ സ്പർശിക്കുന്നു. സോ കണക്റ്റഡ്. എപ്പോഴും 2-ാം അധ്യായത്തിലെ സ്ട്രീം ഇസ് കണക്റ്റഡ് വിത്ത് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിന് മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിവർത്തിച്ചു കൊണ്ടിരുന്ന വെള്ളത്തിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരാളെ തെരഞ്ഞെടുത്തു. അവനെ ദൈവത്തിന്റെ നിയോഗം നൽകി, ദൈവത്തിന്റെ ജീവൻ നൽകി, ദൈവമനുഷ്യനാക്കി മാറ്റി ഉടമ്പടിയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആദമിനെ ദൈവം എവിടെ നിന്നാ സൃഷ്ടിച്ചത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആദം എന്ന് പറയുന്നത് ആദാമ്യ ഇസ്രായേലിന്റെ പിതാവാണ്. ഇസ്രായേലിന്റെ അതായത് ഇസ്രായേലിന്റെ പൂർവ്വപിതാവ്, ആദ്യത്തെ പിതാവാണ് ആദമുമായിട്ടുള്ള ഉടമ്പടിയിലാണ് ബാക്കി ജനസമൂഹം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ 70 നേഷൻസും അതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിലാണ്. പെർമനന്റ്, അതായത് മെയിൻ കവനന്റിൽ അല്ലെങ്കിലും അതിന് അനുബന്ധമായ കവനന്റിൽ ഉടമ്പടിയുമായി ദൈവം മനുഷ്യകുലത്തെ മൊത്തം, അതായത് ആദാമിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുഴുവൻ ആളുകളെയും അതുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം മറന്നുപോകരുത്. സോ ഇപ്പൊ ഇസ്രായേലിന്റെയും യെരൂശലേമിന്റെയും ആദമൊക്കെ എല്ലാത്തിന്റെയും ആരംഭം ആദമാണ്. ആദമാണ് ഈ ഉടമ്പടിയുടെ ആദ്യത്തെ മനുഷ്യൻ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമായി വന്നത്. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ ആദാം ഈ ഉടമ്പടിയെ അവസാനിപ്പിക്കാൻ വന്ന അവസാനത്തെ ആദമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ശരി, ഇനി ഈ ഈ ആദമിനെ ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞു, ആദമിനെ ജനസമൂഹത്തിന് നടുവിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗം എസെക്കിയേലിന്റെ പ്രവചനം 16-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും തിരിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ കുറിച്ച് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് ഇപ്പം യഹോവയായ ദൈവം, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതയെ അറിയിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് അരുളി ചെയ്യുന്നു. യെരൂശലേം ഇസ് ടു ഇസ്രായേൽ. ഇസ്രായേലിന്റെ ആദ്യ പിതാവ് ആദം. സോ ഇതാരോട് പറയാണ്? ഇവരുടെ ചരിത്രം പറയുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. അതായത് ഇപ്പോൾ ഇവർ താമസിക്കുന്ന അവരുടെ വാഗ്ദത്ത ദേശത്തിന്റെ ആ പ്രദേശത്തായിരുന്നു നിശ്ചയമായിട്ടും നിന്റെ ജനനം. ശ്രദ്ധിക്കണേ, നിന്റെ ജനനം കനാൻ ദേശത്തായിരുന്നു. ഇത് ദൈവത്തിന്റെ ആത്മാവ് എത്ര മനോഹരമായിട്ടാണ് ഇത് കരുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കണം. നമ്മുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരും. നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും നിന്റെ അമ്മ ഹിത്യസ്ത്രീ എന്നത്രേ. അമോര്യരും ഹിത്യരും, അതിനർത്ഥം ആദാം വന്നത് അമോര്യരുടെയും ഹിത്യരുടെയും ഇടയിൽ നിന്ന്. അതിന്റെ അർത്ഥം ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ജാതികൾ, ഇതുപോലുള്ള ഗോത്രങ്ങൾ, ഇതുപോലുള്ള വംശങ്ങൾ, ഇതുപോലുള്ള ട്രൈബുകൾ, ഇതുപോലുള്ള ജനവിഭാഗങ്ങൾ ആ ദേശത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞു, നിന്റെ അപ്പൻ അമോര്യനാണ്, നിന്റെ അമ്മ ഹിത്തിയായിരുന്നത്രേ. നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല. അതിന്റെ അർത്ഥം ജനിച്ച നാളിൽ പൊക്കിൾ മുറിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തത് പൊക്കിൾ മുറിച്ചില്ല, നീ വെള്ളത്തിൽ കുളിപ്പിച്ച് വെളുപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കവനന്റ്. അതായത് നീ ജനിച്ച നാളിൽ നിനക്ക് ദൈവവുമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നില്ല, നിന്നെ നോക്കാൻ ആളില്ലായിരുന്നു, നിന്നെ പരിരക്ഷിക്കുവാൻ ആളില്ലായിരുന്നു, നിന്റെ നഗ്നത മറയ്ക്കാൻ ആളില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ബോൺ അണ്ടർ ദ കവനന്റ്, യു ആർ ഔട്ട് ഓഫ് കവനന്റിൽ ജനിച്ചതാണ്. നിന്റെ അപ്പൻ അമോര്യനാണ്, നിന്റെ അമ്മ കനാന്യ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്കണം. സോ നിന്നെ കുളിപ്പിച്ചില്ല, നിനക്ക് ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല, നിന്നോട് മനസ്സിലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവയ്ക്ക് നിന്നോട് വെറുപ്പ് തോന്നിയത് കൊണ്ട് നിന്നെ വെളിം പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. ഇത് ടോക്കിംഗ് അബൌട്ട് നിനക്ക് ദൈവം ഇല്ലായിരുന്നു, ഉടമ്പടിയുടെ കീഴിലല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അവരെ തെരഞ്ഞെടുക്കുക. താഴോട്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. 8-ാമത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം എന്ത് ചെയ്തു? നിന്നെ വീണ്ടും കണ്ടുമുട്ടി. എവിടെ വെച്ച് കണ്ടുമുട്ടി? മിസ്രയീമിൽ വെച്ച് കണ്ടുമുട്ടി. ഉടമ്പടിയുടെ യാത്ര ഞാൻ പറയുന്നത്. ദൈവം അവർക്ക് വസ്ത്രം വിട്ടുകൊടുക്കുന്നു, എന്റെ നീതി അവരെ ധരിപ്പിക്കുന്നു, അവളുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ആദാം എന്ന് പറയുന്ന ആള് he was created among the Gentiles, അല്ലെങ്കിൽ other civilizations, among the crowd of people, and he was born of there. അവൻ അവിടെയാണ് ജനിച്ചത്. പക്ഷേ ദൈവം പറഞ്ഞു, ആ സമയത്ത് നിനക്ക് ഉടമ്പടിയില്ല, നിന്റെ അപ്പൻ അമോര്യനാണ്, നിന്റെ അമ്മ കനാന്യ സ്ത്രീയാണ്, അല്ല ഹിത്യ സ്ത്രീയാണ്. പ്രൈസ് ഗോഡ്. അപ്പം ഇത് വാസ്തവത്തിൽ ആദമിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുന്ന വേദഭാഗമാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തെ പഠിക്കുന്ന വേദപണ്ഡിതന്മാരുടെ മതമാണ്. ഞാൻ മാത്രമല്ലത് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരി, ഇനിയും ദൈവം എങ്ങനെ സൃഷ്ടിച്ച് നമ്മൾ നോക്കാൻ പോകും. 2-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നു. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വസ്തുത, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത, ദൈവം ഭൂമിയിലെ മണ്ണ് കുഴച്ച് മനുഷ്യന് രൂപം ഉണ്ടാക്കി, തലയുണ്ടാക്കി, ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉണ്ടാക്കി, കയ്യും കാലും മൂക്കും കണ്ണും ചെവിയെല്ലാം ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ഇങ്ങനെ ജീവന്റെ ശ്വാസം ഊതുക എന്നതാണ് നമ്മൾ പൊതുവായിട്ട് അറിയുന്നത്. നമ്മൾ അതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ ആകപ്പാടെ പ്രശ്നത്തിലായി പോകും. കാരണം
ദൈവം ഇവിടെ മനുഷ്യനെ ഉണ്ടാക്കി എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ അസ എന്ന വാക്കാണ്. അസ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. അവന് അല്ലെങ്കിൽ ബാറ എന്ന വാക്ക് വേണമെങ്കിൽ അസ എന്ന ബാറ എന്ന വാക്ക് എപ്പോഴും ട്രാൻസ്ഫോം ചെയ്യുക, രൂപപ്പെടുത്തുക, റീഷേപ്പ് ചെയ്യുക, അപ്പൗണ്ട് ചെയ്യുക എന്നുള്ളതായ വാക്കുകളൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ കൊടുത്ത്. അല്ലാതെ ഒരിക്കലും ദൈവം അവനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് പറയുന്ന പേരല്ല ഇവിടെ തനിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സോറി, ഇവിടെ ഫോംഡ് എന്ന വേർഡ് കൊടുത്തിരിക്കുന്നത് അസാർ എന്ന വേർഡ്, അസാർ എന്ന വാക്ക്, ആസ എന്ന വാക്കിൽ നാം വന്ന കേട്ടു. സോ അവന്റെ മൂക്കിൽ ദൈവം എന്ത് ചെയ്യുന്നു? ജീവന്റെ ശ്വാസം ഊതുന്നു. നിഷ്മ എന്ന് പറയും, നിഷ്മ ഖായ് എന്ന് പറയും. നിഷ്മ ഖായ് എന്ന് പറഞ്ഞാൽ ജീവൻ, ലിവിങ്, ജീവന്റെ ബ്രത്ത് അവന്റെ മൂക്കിലേക്ക് ദൈവം ഊതുന്നതായിട്ട് കാണാൻ പറ്റും. സോ ദൈവം അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഞാനിങ്ങനെ പറഞ്ഞു, ദൈവം അവനെ ജനസമൂഹത്തിന്റെ നടുവിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് ദൈവം അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതുക. ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരിക്കലും അവനെ ബയോളജിക്കൽ ലൈഫ് കൊടുക്കുകയല്ല. കാരണം ഓൾറെഡി ആദമിന് ബയോളജിക്കൽ ലൈഫ് ഉണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. അതായത് നാച്ചുറൽ മനുഷ്യന്റെ, സാധാരണ മനുഷ്യർക്കുള്ള മൂക്കിലെ ശ്വാസവും ജീവനും ആദമിനുണ്ട്. അവിടെ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം അവനോട് ആ ഡാർക്ക്നെസ്സിൽ നിന്ന്, ആ ഇരുളിൽ നിന്ന്, ആ ജനസമൂഹത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം അവനെ ഒരു ഉടമ്പടിയുടെ മനുഷ്യനാക്കി മാറ്റുവാൻ പോവുകയാണ്. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടൊരു വാക്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ 43 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും: യാക്കോബെ, നിന്നെ നിർമ്മിച്ചവരും ഇസ്രായേലെ, നിന്നെ സൃഷ്ടിച്ചവനുമായ യഹോവ. അവിടെ കൊടുത്തിരിക്കുന്നു ബറ ആൻഡ് അസ. ബറ എന്ന വാക്കിനർത്ഥം നിന്നെ, യാക്കോബെ ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഇസ്രായേലെ ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. അപ്പൊ യാക്കോബിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അവനെ ഫോം ചെയ്തു, ഇസ്രായേലിനെ ദൈവം അസ ചെയ്തു, രൂപാന്തരപ്പെടുത്തി. ദൈവം ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തു. അപ്പം ഇവിടെ ജീവനുള്ള ദേഹിയായി ആദമിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് ബയോളജിക്കൽ ലൈഫ് കൊടുക്കുകയല്ല, മറിച്ച് അവന് ദൈവം അവന്റെ ഉടമ്പടിയുടെ ജീവനിലേക്ക്, ദൈവം അവനെ ദൈവത്തിന്റെ മനുഷ്യനാക്കി, ദൈവത്തിന്റെ ആത്മമനുഷ്യനാക്കി മാറ്റുന്ന ദൈവിക നടപടിയുടെ പേരാണ് നിശ്ചയമായിട്ടും ഇവിടെ മൂക്കിലൂതി ജീവശ്വാസം നൽകുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. നമ്മൾ ഇതുവരെയും അങ്ങനെയാ മനസ്സിലാക്കിയത്. എന്താ? സാധാരണ ഊതി അവന്റെ മൂക്കിലൂടെ ഓടുന്ന ശ്വാസം അതല്ല പ്രിയപ്പെട്ടവര്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളെ ദൈവം വീണ്ടും മണ്ണായിട്ട് കുഴച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നില്ല. നാം ജീവനുള്ള അതായത് ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ 10:10 പറയുമ്പോൾ അവിടെ എല്ലാവർക്കും മരിച്ചവരാണെന്നും അവർക്ക് പുതിയൊരു ജീവൻ ചത്തുപോയവർക്ക് കൊടുത്തു എന്നുമല്ല, മറിച്ച് നാച്ചുറൽ ലൈഫുള്ള മനുഷ്യർക്ക് സ്വർഗീയമായ ജീവൻ നൽകുന്ന നടപടിയുടെ പേരാണ് ഇവിടെ നമ്മൾ ആദമിൽ കാണുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. സോ ഗോഡ് പ്രിപ്പയർഡ് ഇസ്രായേൽ ആൻഡ് ഗോഡ് എന്ത് ചെയ്തു? ആൻഡ് മെയ്ഡ് എ കവനന്റ് ആൻഡ് ഫോം ചെയ്തു, അവനെ പ്രിപ്പയർ ചെയ്തു. ഞാൻ ഓപ്പൺലി പറഞ്ഞു, ബാറ എന്ന വേർഡിന്റെ അർത്ഥം പ്രിപ്പയർ ചെയ്യുകയാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് പറയുമ്പോൾ ആദ്യം ദൈവം ആകാശത്തെയും ഭൂമിയും പ്രിപ്പയർ ചെയ്തു. നമ്മളത് യങ് ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ കാണാൻ പറ്റും. ഇൻ ദ ബിഗിനിങ് ഓഫ് ഗോഡ് പ്രിപ്പയറിംഗ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. ദൈവം ആകാശത്തെയും ഭൂമിയെയും പ്രിപ്പയർ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം അതിനെ സൃഷ്ടിച്ചു എന്നല്ല, ദൈവം അതിനെ പ്രിപ്പയർ ചെയ്തു. സോ ഗോഡ് പ്രിപ്പയർഡ് ഇസ്രായേൽ ആൻഡ് ഗോഡ് ഫോംഡ് ജേക്കബ്, അല്ല, ഗോഡ് പ്രിപ്പയർഡ് ജേക്കബ് ആൻഡ് ഫോംഡ് ഇസ്രായേൽ. ദൈവം അവനെ പ്രിപ്പയർ ചെയ്തു, ഇവൻ ഇസ്രായേലാക്കി മാറ്റിയിട്ട് എന്തായി? ഫോം ചെയ്തു. എന്തിനാ? ഉടമ്പടിയുടെ ആളായി, ഒരു കവനന്റ് പീപ്പിളായിട്ട് ദൈവം അവനെ സീനായുടെ ആ താഴ്വരയിൽ വെച്ച്, സീനായുടെ മലയിൽ വെച്ച് ദൈവം അവനെ തെരഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് ഈ വാക്യങ്ങൾ നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കും. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ അവന്റെ മക്കളല്ല, സ്വയകളാകിയതത്രേ, വക്രതയും കോട്ടമുള്ള തലമുറ എത്രേ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കുറിച്ചുള്ള മോശയുടെ പ്രവചനമാകട്ടോ താഴോട്ട് പറയുന്നുണ്ട്. 9-ാം വാക്യം: യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശമാകുന്നു. താൻ അവരെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തെ കണ്ടു. ഇസ്രായേലിനെ വരുന്ന വഴിയിൽ വെച്ച് കണ്ട കാര്യമാണ് പറയുന്നത്. അവനെ ചുറ്റി പരിപാലിച്ചു, കർമ്മണി പോലെ അവനെ സൂക്ഷിച്ചു. അവനെ ചുറ്റി പരിപാലിച്ചു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത വാക്ക്: കഴുകനാൻ തന്റെ കൂടെ അനക്കി, കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചെറുകിന്മേൽ അവനെ വഹിച്ചു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പരിശുദ്ധാത്മാവ് ഹോവറിങ് ഓവർ ദ വാട്ടർ, അതായത് കോഴി തന്റെ ചിറക് വിരിച്ച് ജനസമൂഹത്തിന്മേൽ പറക്കുന്നത് പോലെ കഴുകൻ ചിറക് വിരിച്ച് ഈ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന പ്രദേശങ്ങളിലും കണ്ട ഈ ജനതയെ ദൈവം എന്ത് ചെയ്തു?
അവരെ പരിപാലിച്ചു. ദാറ്റ് മീൻസ് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ പരിവർത്തിച്ച് ദൈവം അവരെ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്ന വാക്കാം. ഇത് എപ്പോഴും നിങ്ങൾ ഷുഡ് കണക്ട് ദിസ് വേർഡ് വിത്ത് ജെനസിസ് ചാപ്റ്റർ 1:2. ഓക്കെ, അതിന്മേൽ വഹിച്ചു. യഹോവ തന്നെ അവരെ നടത്തി, അവനോടുകൂടെ അന്യതയും ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവർ ഉപജീവിച്ചു. അവൻ പാറയിൽ നിന്ന് തേനും തീക്കലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഓൾ ടോക്കിംഗ് അബൌട്ട് ഗോഡ്സ് പ്രിപ്പറേഷൻ ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആൻഡ് വാഗ്ദത്ത ദേശത്ത് ദൈവം കൊണ്ട് അവരെ പരിപാലിക്കുകയും പ്രൊട്ടക്റ്റും ചെയ്യുന്ന ഉടമ്പടിയുടെ ജനതവുമായിട്ടുള്ള ദൈവിക ഇടപാടിനെ കുറിച്ചാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ മാത്രമല്ല ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിന്റെ 45 മുതൽ 49 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആദ്യത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നുള്ളവൻ, ഒടുക്കത്തെ മനുഷ്യൻ സ്വർഗീയൻ. നാം മണ്ണുള്ള പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകുന്നു. ആദ്യം പ്രാകൃതം, പിന്നെ ആത്മീയം. സോ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ആദമിന്റെ പ്രതിമയാണ്, സ്വർഗീയന്റെ പ്രതിമ കർത്താവിന്റെ പ്രതിമയാണ്. അതിന്റെ അർത്ഥം ഡസ്റ്റിൽ നിന്ന് വന്ന മനുഷ്യൻ. ഇനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പറയാം. ഈ മണ്ണുകൊണ്ടുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മണ്ണിൽ നിന്ന് വന്നവൻ എന്നൊരു കോൺസെപ്റ്റാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഇത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം പറയാം. ആ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ മക്കളെ ഞാൻ ഭൂമിയിലെ പൊടി പോലെയാക്കും. വായിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ഐ തിങ്ക് ഇറ്റ് ഈസ് ജെനസിസ് ചാപ്റ്റർ 13:16, ഉൽപ്പത്തി 13:16 വാക്യം. നിന്റെ സന്തതി ഞാൻ ആകാശത്തിലെ ഭൂമിയിലെ പൊടി പോലെയാക്കും. അതിന്റെ അർത്ഥം എന്താ? നിന്റെ മക്കളെല്ലാം പൊടി പോലെ കിടക്കുന്നു. അപ്പൊ പൊടിയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് മാത്രമല്ല, അവൻ മണ്ണിൽ നിന്ന് വന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ കവനന്റ് ടേം. പൊന്നിൽ നിന്ന് പൊടിയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടി പോലെ ആക്കും എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതികളുടെ ഇടയിൽ എന്നോട് ഉടമ്പടി ചെയ്യാത്ത ഒരു ജനത ഉണ്ടാകും. 3 തരത്തിലെ ആളുകളെയാണ് ദൈവം അബ്രഹാമിനോട് തോന്നുന്നത്. മണ്ണിലെ പൊടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ കടൽക്കരയിലെ മണല് പോലെയാക്കും. മൂന്നാമത്തെ ദൈവം അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ ബലി അർപ്പിച്ച ശേഷം മോറിയ മലയുടെ മുകളിൽ വെച്ച് പറയുന്ന ഒരു പ്രധാന പ്രഖ്യാപനമുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാക്കും. അപ്പൊ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽ, 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ആയിരുന്നു. ഉടമ്പടി ചെയ്തവർ, ജാതികളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട. കടൽക്കരയിലെ മണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജനസമുദ്രമാണെങ്കിൽ, ജെന്റൈൽസ് ആണെങ്കിൽ അവരിൽ നിന്ന് കരയിലേക്ക് അടിഞ്ഞു കിടക്കുന്ന മണലാണ് കടൽക്കരയിലെ മണൽ. അതിന്റെ അർത്ഥം കടലുമായി ബന്ധമില്ലാത്ത, കടലിൽ നിന്ന് വേർതിരിക്കപ്പെട്ട മണൽ. അപ്പൊ കടൽക്കരയിലെ മണൽ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ നിന്റെ സന്തതിയെ ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച ഒരു ജനം ഉണ്ടാകും. അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു. അപ്പം ദൈവത്തോട് ഉടമ്പടി ചെയ്ത ജനം ഉണ്ടാകും, നീതിമാന്മാരുണ്ടാകും. സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ടെർമിനോളജീസ് പൊടിയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ God chose Adam from the covenant, from the dust. He chose from the dust. The people under darkness, the people without covenant. ഉടമ്പടിയില്ലാത്ത, ദൈവവുമായി ബന്ധമില്ലാത്ത, വെളിച്ചമില്ലാത്ത, ദൈവജ്ഞാനമില്ലാത്ത, ദൈവത്തെ അറിയാത്ത ഒരു ജനതയുടെ നടുവിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന്, ആർക്കും വേണ്ടാത്ത, ഉടമ്പടിയില്ലാത്ത ഒരു ജനസമൂഹത്തിന്റെ നടുവിൽ നിന്ന് ഗോഡ് ചൂസ് ആദം. സോ ദൈവം ആദമിനെ പൊടിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു, ഫോം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടില്ല നിങ്ങൾ? 2-ാം അധ്യായത്തിന്റെ അങ്ങനെ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് ഫോം ചെയ്തു, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്. ഫോം ചെയ്യുക, എവിടുന്ന് അവനെ ഫോം ചെയ്തത്? അവിടെ നിന്ന്, മണ്ണിൽ നിന്ന്. മണ്ണെന്ന് പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നമ്മുടെ ഭൂമിയിലെ മണ്ണല്ല, മറിച്ച് അത് തെറ്റിദ്ധരിക്കരുത്. ക്രിയേഷൻ ഇസ് ഫ്രം ദ ഡസ്റ്റ്, ബട്ട് ഹിയർ ദാറ്റ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് God chose him from the dust, the people of dust. അവിടെ നിന്ന് ദൈവം അവനെ തെരഞ്ഞെടുത്തിട്ട് എന്താക്കി മാറ്റിയാണ്? ദൈവം അവനെ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പം ഇസ്രായേലിനെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് ജാതികളുടെ ഇടയിൽ നിന്ന്. എക്സഡസ്, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലും 1 രാജാക്കന്മാർ പുസ്തകം 8-53 ഈ റെഫറൻസ് നിങ്ങളൊന്ന് പേഴ്സണലി വായിച്ചു നോക്കുക. ദൈവം അവരെ സർവ്വജാതികളുടെ നടുവിൽ നിന്ന് തെരഞ്ഞെടുത്തു. അപ്പൊ ആദമിനെ ദൈവം ഡസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ദൈവം ഇവനെ എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? സർവ്വജാതികളുടെ നടുവിൽ നിന്ന് തെരഞ്ഞെടുത്തു.
God chose Adam from the dust. Can you follow me? ഇസ്രായേലിനെ ദൈവം മിസ്രയീമിൽ നിന്ന് സർവ്വജാതികളുടെ നടുവിൽ നിന്ന് ചൂസ് ചെയ്തതുപോലെ അതേ ടെർമിനോളജിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആദമിനെ ഗോഡ് ചൂസ് ഹിം ഫ്രം ദ ഡസ്റ്റ്. സോ വി ആർ ഇന്റർപ്രിറ്റിംഗ് ബൈബിൾ വിത്ത് ദ ബൈബിൾ. സോ ബൈബിളിനെ നമ്മൾ ബൈബിൾ കൊണ്ട് തന്നെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടത്. സോ ദൈവം അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്തു, ദൈവനെ അവിടെ നിന്ന് എടുത്തിട്ട് ദൈവം അവനെ ഫോം ചെയ്തിട്ട് എന്താക്കി മാറ്റി? ജീവനുള്ള ദേഹി ആക്കി മാറ്റി. ഇനി അടുത്തത് നോക്കണേ, ഞാൻ ഇനി പ്രധാനപ്പെട്ട നോക്കേണ്ടത്, ദൈവം നിലത്തെ പൊടി. ഈ നിലം എന്ന വാക്കിനോട് ഗ്രൗണ്ട്, ദ ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന വാക്കിനെ കൊടുത്തിരിക്കുന്നത് അദാമ. മനുഷ്യനെ ഉണ്ടാക്കി ആദാം. അദാമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രൗണ്ട്. ടോക്കിംഗ് ഓഫ് ദ, എപ്പോഴും ശ്രദ്ധിക്കണം, ഗ്രൗണ്ട് ഒരു പീപ്പിൾ, ജനത്തെ കാണിക്കുന്നത്. ഗാദറിംഗ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മണ്ണിൽ കിടക്കുന്ന ഗാദറിംഗ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന്, അദാമായിൽ നിന്ന് ആദമിനെ പിക്ക് ചെയ്തു. സോ ദാറ്റ് മീൻസ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഹ്യൂമാനിറ്റിയിൽ നിന്ന്, ഞാനതാ മനസ്സിലാക്കുന്നത്, നിലവിലുള്ള ജനത്തിന്. നേരത്തെ നമ്മൾ എസെക്കിയേൽ 16 പഠിച്ചു, നിന്റെ അപ്പൻ അമോര്യനാണ്, നിന്റെ അമ്മ ഹിത്യ സ്ത്രീയാണ്. ദാറ്റ് മീൻസ് യു ആർ ചൂസൺ ഫ്രം ദ ജെന്റൈൽസ്, ചൂസൺ ഫ്രം ദ ഹീതൻ പീപ്പിൾ, ചൂസൺ പിക്ക് അപ്പ് ഫ്രം ദ നോൺ കവനന്റൽ പീപ്പിൾ. അപ്പൊ ദൈവം ഇവിടെ 2 അധ്യായത്തിൽ 7 അധ്യായത്തിൽ മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ദിസ് ഇസ് നോട്ട് നാച്ചുറൽ ബയോളജിക്കൽ ക്രിയേഷൻസ്. ദിസ് ഇസ് നോട്ട് ക്രിയേഷൻ ഫ്രം നത്തിങ്. ദിസ് ഇസ് എ ഗോഡ്സ് കവനന്റൽ ക്രിയേഷൻ. ഞാൻ ഇത് പറയാനുള്ള കാരണം, വി ആർ ന്യൂ ക്രിയേഷൻസ്. നമ്മൾ പുതു സൃഷ്ടികളാണ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമ്മൾ എങ്ങനെ പുതിയ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരുവൻ ക്രിസ്തുവിലായാൽ, we got a covenant with God, we got the life of God, we got the protection of God, we are chosen by God because we are new creations. And God chose Adam from Adama. Adam is the dust of the ground. Adam is the dust of Adama. Amen. Hope you are getting it. മനസ്സിലാകാത്തവർ വീണ്ടും ദയവായിട്ട് ഈ ഭാഗത്തൂടെ തന്നെ വീണ്ടും ഒന്ന് യാത്ര ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. വളരെ പ്രധാനമായിട്ടൊരു കാര്യം വീണ്ടും പറയാം. സോ ദ ഡസ്റ്റ് ഓഫ് ദ, ഞാൻ പറഞ്ഞു അബ്രഹാമിന് ദൈവം തെരഞ്ഞെടുത്ത മക്കൾ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. സാൻഡ് ഓഫ് ദ സീ, ഡസ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർസ് ഓഫ് ദ സ്കൈ. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. ഇനി അവനെ ദൈവം ചെയ്തിട്ട് എന്താ? അവന്റെ മൂക്കിൽ ജീവശ്വാസമൂടി. ഈ മൂക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നോസിനെ അങ്ങനെ പറയും. മൂക്ക് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രുവിലെ പദം ദാറ്റ് ഈസ് ദ ആഫ് എന്നാണ്. APH, ആഫ്. ഈ ആഫ് എന്ന വാക്കിന്റെ ട്രൂ മീനിങ്, അതിന് നോസിൽ നിന്നൊക്കെ അർത്ഥമുണ്ട്, നോസ് എന്ന അർത്ഥമുണ്ട്. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിലെ അർത്ഥം ഫേസ് എന്നാണ്. കാരണം നിങ്ങൾ 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദമിനോട് പറഞ്ഞത്, നീ മുഖത്തെ വിയർപ്പോടുകൂടെ ഉപജീവനം കഴിക്കും. മൂക്കിലെ വിയർപ്പെന്നല്ല, മുഖം. അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന പദം ആഫ് എന്നാണ്. അപ്പൊ ദൈവം എവിടെ ഊതുന്നത്? ഗോഡ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചൂസ് ചെയ്തിട്ട് ദൈവം അവന്റെ മുഖത്തൂതി. ഈ മുഖത്തൂതുക എന്ന വാക്ക് സത്യം പറഞ്ഞാൽ എന്താ? മുഖത്തൂതുക. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, മനുഷ്യൻ അവിടെ ദൈവം ഊതുമ്പോൾ പറഞ്ഞത്, ദൈവം ജീവശ്വാസം, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ ശേഷം മാത്രം കേട്ടോ, ജീവശ്വാസം, ദ ബ്രത്ത് ഓഫ് ലൈഫ്. ബ്രത്ത് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു റുഹ ഓഫ് ലൈഫ്. ഈ റുഹ ഓഫ് ലൈഫ് എവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ നേരെ പുതിയ നിയമത്തിലേക്ക് പോയാൽ മതി. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം.
ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാവുന്നു. അല്ല, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല. ഇപ്പൊ ക്രിസ്തുവേശുള്ളവർ കവനൻ പീപ്പിളിനെ കുറിച്ച് ഒരു ശിക്ഷാവിധിയില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. മനുഷ്യന്റെ മുഖത്ത് ദൈവം എന്താ ഊതിയത്? ദ ബ്രത്ത് ഓഫ് ലൈഫ്, ദ റൂഹ ഓഫ് ലൈഫ്, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. ദൈവം അവന്റെ മൂക്കിൽ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഊതി. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വി ഗോട്ട് ദ ബ്രത്ത് ഓഫ് ലൈഫ്. ആദമിന് എന്താണോ കിട്ടിയത് അത് പുതിയ സൃഷ്ടിയായ ക്രിസ്തുവിലെ ദൈവ പൈതലിന് എന്ത് കിട്ടി? ബ്രത്ത് ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് ബയോളജിക്കൽ ലൈഫ്, ഇറ്റ് ഈസ് എ സോയെ ലൈഫ്, ഗോഡ്സ് കൈൻഡ് ഓഫ് ലൈഫ്. So he got the breath of God, the breath of life. അവന്റെ മുഖത്തേക്ക്, അവന്റെ നോസിലേക്ക് ദൈവം ജീവന്റെ ആത്മാവിനെ ഊതി. ജീവന്റെ ആത്മാവിനെ ഊതി. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ബ്രത്ത് ഓഫ് ലൈഫ് എന്താ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മറ്റൊരു വേദഭാഗം എടുക്കണം. നിങ്ങൾക്കിത് യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കിയേ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മെയ്ഡ് മീ. വാ. നമ്പർ 2, അടുത്തത് സർവശക്തന്റെ ശ്വാസം, ദ ബ്രത്ത് ഓഫ് ഗോഡ് എനിക്ക് ഗേവ് മീ ലൈഫ്, എനിക്ക് ജീവൻ തന്നു. അപ്പം സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നെ സൃഷ്ടിച്ചു, ബ്രത്ത് ഓഫ് ഗോഡ് എനിക്ക് ജീവൻ തന്നു. വാ. This is Genesis chapter 1-2. Chapter 1 പറഞ്ഞത് the Holy Spirit was there. അവിടെ കൊടുത്തിരുന്ന ആസ, it's not creation. പ്രിപ്പയർ ചെയ്തു. The Holy Spirit was hovering over the water. The Holy Spirit prepared and chooses, pick up there. അവൻ എടുത്തോടെ നിന്ന്. യോബിന്റെ സ്നേഹിതന്മാർ പറയാ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ഹല്ലേലൂയ. ആദമിന്റെ മേൽ മുഖത്ത് ദൈവത്തിന്റെ ജീവന്റെ ശ്വാസമൂതി. മനുഷ്യനാരായി? ജീവനുള്ളവനായി മാറി. ഈ ബിക്കം എ ലിവിങ് ബീയിങ്. ഇംഗ്ലീഷിൽ ലിവിങ് സോൾ എന്നുണ്ട്. ലിവിങ് ബീയിങ്, ജീവനുള്ളവനായി മാറി. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. ആത്മാവ് എങ്ങനെയാ സൃഷ്ടിച്ചത്? നമ്മളെ എങ്ങനെ ആത്മാവ് സൃഷ്ടിച്ചത്? ക്രിസ്തുവിൽ നമ്മെ പുതു സൃഷ്ടികളാക്കി മാറ്റി. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ദ ബ്രത്ത് ഓഫ് ലോർഡ്, ദ ബ്രത്ത് ഓഫ് ലൈഫ്. Amen. The breath of life. അപ്പൊ ഇവിടെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് എന്ത് തന്നിരിക്കുന്നു? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് എവിടെ? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. സോ ക്രിസ്തുവിലായപ്പോൾ ഞാൻ എന്താ? എനിക്ക് ഐ ഗോട്ട് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. ഐ ഗോട്ട് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. ഐ ബിക്കേം എ ന്യൂ മാൻ, ന്യൂ ക്രിയേഷൻ in Christ Jesus. You are a new creation in Christ. നിങ്ങൾ ക്രിസ്തുവേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. You are a new creation. Hallelujah. You are a new creation in Christ Jesus. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിങ്ങൾക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കും. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാകണം. ആദമിനെ എങ്ങനെ സൃഷ്ടിക്കുക? ഇറ്റ് ഈസ് എ കവനന്റ് ക്രിയേഷൻ. ഇനി അടുത്തത്, ഇവിടെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്?
ഇറ്റ് ഈസ് നോട്ട് ബയോളജിക്കൽ ലൈഫ്. ഞാൻ അതേക്കുറിച്ച് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും എന്തോ പറയുന്നത്, അത് എന്തോ പറയുന്നത്, കവനന്റ് ലൈഫ്. അപ്പം യഹോവയായ ദൈവത്തെ വിട്ട് നമ്മൾ വായിക്കുന്നില്ലേ, നമ്മുടെ ഹോശയുടെ പ്രവചനത്തിൽ വായിക്കാൻ പറ്റും. ആറാമത്തെ മുതൽ വായിക്കും, അവൻ ഞങ്ങളെ കൊന്നു, മൂന്നാം നാൾ അവൻ ഞങ്ങൾ ഉയർപ്പിക്കും. എഫ്രീം ദൈവത്തെ വിട്ട് ബാലിന്റെ പുറകെ പോയി, എഫ്രീം മരിച്ചുപോയി. അപ്പൊ ബൈബിളിനകത്ത് മരണം, ഉൽപ്പത്തി മുതൽ മരണം 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 എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും ഇറ്റ് ഈസ് നോട്ട് മെയിൻലി നോട്ട് ടോക്കിംഗ് അബൌട്ട് ബയോളജിക്കൽ ഡെത്ത്. പ്രധാനമായി ഇറ്റ് ഈസ് എ കവനന്റ് ഡെത്ത്. ഒടുക്കത്തെ ശത്രുവായ മരണം, കവനന്റ് ഡെത്ത്. ആദമേ നീ തിന്നുന്ന നാളിൽ മരിക്കും, കവനന്റ് ഡെത്ത്. ആദമ് ബയോളജിക്കലി മരിച്ചിട്ടില്ല. അപ്പം ആദം ബയോളജിക്കലി മരിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ അവൻ ലിവിങ് ബീയിങ് ആയത് ഒരിക്കലും ഇറ്റ് ഇസ് നോട്ട് ബയോളജിക്കൽ ലൈഫ്, ഇറ്റ് ഇസ് എ സ്പിരിച്വൽ ലൈഫ്, ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അതിന്റെ അർത്ഥം എന്താ? ബയോളജിക്കലി ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവവുമായി ഉടമ്പടിയിൽ നിന്ന് കട്ടായി പോയ മനുഷ്യരെയാണ് മരിച്ചവർ എന്ന് പറയുന്നത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഇറ്റ്സ് നോട്ട് ബയോളജിക്കൽ ഡെത്ത്, ഇറ്റ്സ് കവനന്റ് ഡെത്ത്. ഓക്കെ, സോ ആദം ഇപ്പോൾ ആരായി മാറി? ഒരു ലിവിങ് ബീങ് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ഉടമ്പടിയുടെ മനുഷ്യനായി മാറി. ഗ്ലോറി ടു ഗോഡ്. ആദാമും ദൈവവും തമ്മിൽ കവനന്റിൽ ദൈവത്തിന്റെ ജീവന്റെ ഭാഗമായി മാറി, ജീവനുള്ള ദേഹിയായി മാറി, ലിവിങ് സോളായി മാറി, ലിവിങ് ബീയിങ് ആയി മാറി. സോ ഗോഡ് ജീവന്റെ ശ്വാസം എവിടെ ഊതുകയാണ്? അവന്റെ മുഖത്തോട്ട് ഊതുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി ഇതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ക്രൈസ്റ്റ് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്കാണ്. കമോൺ, സോറി, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നൊരു വാചകമുണ്ട്. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി എന്നൂതി. ആദമിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവന്റെ അത് അവന്റെ മുഖത്തേക്ക് ഊതി, അവന്റെ നോസിൽ ഊതി. ഇവിടെ ദൈവപുത്രനായ യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരായ 11 പേരുടെ മേൽ ഊതി. എന്നിട്ട് പറയുന്നു, ആ ദൈവം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കമോൺ. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം ഓർമ്മ വരുന്നത്, ആദമിന്റെ ഒടുക്കത്തെ ആദാമ ക്രൈസ്റ്റ്, ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിനെ പിതാവ് എങ്ങനെ ഊതിയത്, എങ്ങനെ അയച്ചത്? അവന്റെ മുഖത്തൂതി. അതായത് ദൈവത്തിന്റെ ആത്മാ. അതുകൊണ്ടാണ് യോർദാൻ കരയിൽ വെച്ച് കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ്, ദ റൂഹ, ദ ബ്രെത്ത് ഓഫ് ഗോഡ് യേശുവിന്റെ മേലിറങ്ങി വന്നു. അതിനുശേഷം യേശു മിഷൻ ചെയ്യാൻ തുടങ്ങി. സ്വർഗം തുറന്നു. ഇവൻ എന്റെ പുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പേര് വിളിച്ചു പറഞ്ഞു. എന്റെ അർത്ഥം ദൈവത്തിന്റെ പുത്രൻ എന്ന ഡിക്ലറേഷൻ വന്നത് എപ്പോഴാണ്? ആത്മാവ് അവന്റെ മേൽ വന്നപ്പോ, പരിശുദ്ധ റൂഹ അവന്റെ മേൽ വന്നപ്പോൾ പിതാവ് വിളിച്ചു പറഞ്ഞു, യേശു നിത്യനായ ദൈവത്തിന്റെ പുത്രൻ. ബട്ട് പബ്ലിക് ഡിക്ലറേഷൻ, ഈസ് മൈ സൺ, നൗ ഹി ഈസ് ഗോയിങ് ടു ഡു മൈ മിഷൻ വിത്ത് ദ ബ്രെത്ത് ഓഫ് ഗോഡ്. ഒടുക്കത്തെ ആദാമിനെ ദൈവം ഇങ്ങനെയാണ് അയച്ചതെങ്കിൽ ഒന്നാമത്തെ ആദാമിനെയും ദൈവം എങ്ങനെയാണോ അയച്ചത് അത് തന്നെയാണ്. ഒന്നാമത്തെ ആദം ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ഊത്ത്. ഞാൻ അങ്ങനെ അന്നൊരു ചോദ്യം. അപ്പം ആദമിനെ എന്തിനാണ് ഊതിയതെന്ന് മനസ്സിലാകണമെങ്കിൽ, ജീവൻ പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തിനാണ് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ വാക്യം വായിച്ചാൽ മനസ്സിലാവും. എന്തോ വാക്യം? ദൈവം അവരുടെ മേൽ ഊതി, യേശു അവരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ ശേഷം അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. എന്തിന്? തൊട്ടുതാഴെ പറയും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കുന്നു. ഇത് വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു വാക്യം. ആരുടെ പാപങ്ങൾ മോചിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു എന്ന വാക്കിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം നിങ്ങൾ പോയി ആളുടെ പാപം ക്ഷമിക്കണമെന്നല്ല. നിങ്ങൾ
പാപമോചനം പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരത്തിന് പാപത്തിന്റെ മോചനത്തിന്റെ മെസ്സേജ് പ്രസംഗിച്ചാൽ, ആ മെസ്സേജിനാൽ അവരുടെ പാപങ്ങൾക്ക്, അത് അവർ വിശ്വസിക്കും, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതായത് ഇതിനകത്തൊരു പശ്ചാത്തലമുള്ളത്, ഇവർ യഹൂദന്മാരെ ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് ഭയന്നിരിക്കുക. ഈ അടച്ചിട്ട മുറിക്കകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് ലോകത്തിൽ നിന്ന് അവര് തങ്ങളെ തന്നെ അടച്ചു. ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കണം. അതായത് അപ്പോസ്തലന്മാർ, അവർക്കൊരു മിഷൻ ഉണ്ട്. ആ മിഷൻ ചെയ്യേണ്ട വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാതെ ഭയന്ന് മറ്റുള്ളവരിൽ നിന്ന് തങ്ങളെ മാറ്റി ഒരു മുറിക്കകത്ത് ഒറ്റയ്ക്ക് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം ഇതുപോലെ അടച്ചോ അത് അടയപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇത് ഒരിക്കൽ പോലും മറ്റൊരാളോട് പറയാതിരിക്കരുത്. നിങ്ങളുടെ ജോലിയാണിത്. നിങ്ങൾ വെൻ യു പ്രീച്ച് ദ ഫൊർഗീവ്നെസ്, ദ സിൻസ്, എന്നാൽ മാത്രമേ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടത്തുള്ളൂ. നിങ്ങളത് പ്രസംഗിക്കാതിരുന്നാൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടത്തില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം, അവരുടെ മേൽ ഊതിയതിന്റെ കാരണം അവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്, ഈ വെളിച്ചത്തെ പ്രസംഗിക്കാൻ വേണ്ടിയാണ്, ഈ ഗോസ്പൽ പ്രസംഗിക്കാൻ വേണ്ടിയാണ് ഊതിയത്. ഗോസ്പൽ പ്രസംഗിക്കുന്നതിനെ കുറിച്ചുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വാക്യമാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു മോചിക്കപ്പെട്ടിരിക്കും, അവരുടെ പാപങ്ങൾ നിർത്തുന്നു നിർത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് പറയാതെ ആളുകൾക്ക് ഇത് ലഭ്യമാകത്തില്ല. കേൾവിയാലേ വരത്തുള്ളൂ, കേൾവി കർത്താവിന്റെ വചനത്താലേ വരത്തുള്ളൂ. സോ നിങ്ങളുടെ മുഖത്തൂതിയത് നിങ്ങൾ ഈ സുവിശേഷവുമായി ലോകം മുഴുവൻ ഓടാൻ വേണ്ടിയാണ്. ആമേൻ. അങ്ങനെയാണ് അടുത്തൊരു ചോദ്യം. ആദമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് എന്തിനാണ് ആ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാണ് ആത്മജീവനിലേക്ക് അവനെ കൊണ്ടുവന്നത്? ഒറ്റ കാരണം, ആദമേ, നീ എന്റെ ശബ്ദമായി, എന്റെ പുരോഹിതനായി, എന്റെ ശബ്ദമായി, എന്റെ നാവായി ഈ പുറത്തുള്ള ജനതയ്ക്ക് സന്ദേശം നൽകാൻ, ജീവനുള്ള ദൈവത്തെ കൊടുക്കാൻ, ജീവന്റെ വെളിച്ചത്തെ കൊടുക്കാൻ, ജീവന്റെ വെളിച്ചത്തെ പ്രഘോഷിക്കാൻ, തോട്ടത്തിന്റെ അകത്തും തോട്ടത്തിന് പുറത്തും. തോട്ടത്തിനകത്ത് ആളുണ്ട് കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാം. തോട്ടത്തിനകത്ത് ആദമും ഹവ്വയും മാത്രമല്ല, പിള്ളേരും മാത്രമല്ല, തോട്ടത്തിനകത്ത് ജനമുണ്ട്. തോട്ടത്തിനകത്തെ ജനം, തോട്ടത്തിന് പുറത്തെ ജനം, ഈ വിളിയിലുള്ള ഈ കമ്മ്യൂണിറ്റിയുടെ മേൽ ദൈവത്തിന്റെ ശബ്ദം പറയാൻ, ദൈവത്തിന്റെ ജീവൻ പറയാൻ, മോചനത്തിന്റെ സന്ദേശം പറയാൻ, ഉടമ്പടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ, സത്യദൈവത്തെ വിളിച്ചു പറയാൻ, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാൻ, ആദമേ, യേശു അപ്പോസ്തലന്മാരുടെ മേൽ ഊതിയതുപോലെ ദൈവം ഇവന്റെ മൂക്കിൽ ഊതിയിട്ട് പറഞ്ഞു, നീ ജീവനുള്ളവനായി മാറി. നൗ യു ക്യാൻ ബി എ വേർഡ് ഓഫ് എ മൗത്ത് ഓഫ് മീ. നിനക്കെന്നെ ഒരു നാവായിട്ട് മാറാൻ പറ്റും. ഈ ലിവിങ് സോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. അന്ന് വരെ മനുഷ്യൻ ആരാന്ന് മനുഷ്യൻ അറിയത്തില്ല. നിങ്ങൾ ഇന്ന് ലോകത്ത് ആളോട് ചോദിച്ചോക്കെ, എല്ലാ ഋഷിവര്യന്മാരും തത്വജ്ഞാനികളും വലിയ വലിയ സ്വാമിമാരും മറ്റ് മതത്തിന്റെ ഗുരുക്കന്മാരെല്ലാം അവർ ധ്യാനിക്കുക. അവർ ചോദിക്കുന്നത് ഹൂ ആം ഐ. പക്ഷെ നിത്യജീവൻ പ്രാപിച്ച, ജീവന്റെ ഊത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നിനക്കും എനിക്കും ധൈര്യത്തോടെ പറയാൻ പറ്റും, ഹൂ ആം ഐ എന്ന വാക്കിനടുത്ത് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇത് പറയാൻ ഒരു കൂട്ടർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച ദൈവമക്കൾക്കാണ്. ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ മകനാണ്. ബാക്കിയുള്ള മനുഷ്യൻ മൊത്തം പറയും, ഡോണ്ട് നോ ഹു ആം ഐ. ഞാൻ എന്തിനു ജീവിക്കുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു അറിയത്തില്ല. കാരണം ലിവിങ്, അവരുടെ മേൽ ആ ലൈഫ് വന്നാൽ മാത്രമേ അവർക്ക് തങ്ങളെക്കുറിച്ചുള്ള ബോധം വരത്തുള്ളൂ, ദൈവത്തെക്കുറിച്ചുള്ള ബോധം വരത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരുടെ മേൽ ഊതി ജീവനെ കൈക്കൊള്ളാൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ഇവിടെ ആദമിന്റെ മുഖത്തെ കൂതിയിട്ട് പറഞ്ഞു, അവന്റെ മൂക്കിലെ കൂതിയിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ദ ഗോസ്പൽ ഇൻ ദ ഗാർഡൻ. What is that gospel? What is that gospel? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഇൻ ദ ഗാർഡൻ. ആദമിനെയും കുടുംബത്തെയും തെരഞ്ഞെടുത്തത് എന്തിനാണ്? ദൈവത്തിന്റെ ശുശ്രൂഷകരാകാൻ, അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ, അവന്റെ ശുശ്രൂഷകരാകാൻ, പിതൃപുത്ര പരിശുദ്ധ റൂഹയുടെ കൂടെയുള്ള സന്നിവേശത്തിൽ, ആ സാന്നിധ്യത്തിൽ രമിക്കാൻ, തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, തമ്പുരാനോടുള്ള കൂട്ടായ്മ ആചരിപ്പാൻ. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. Can you follow me? That is the true gospel to the nations. That is the gospel in the kingdom of God.
അപ്പൊ ആദം ലോകത്തോട് പോയി പറയേണ്ട മെസ്സേജ് എന്താ? കം ഓൺ എൻജോയ് വിത്ത് ഗോഡ്. ഈ മെസ്സേജാണ് ഇക്കനിയോ എന്ന് പറയുന്ന സ്ഥലത്ത്, സോറി ആ വാക്ക് എനിക്ക്, ഇക്കോനിയ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ബർബരന്മാരായ ജാതികളായ ആളുകളോട് ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുകയാണ്, തങ്ങൾ ദേവന്മാരെന്ന് പറഞ്ഞ് ആരാധിപ്പാനായി ഓടി വരുമ്പോൾ തങ്ങളുടെ വസ്ത്രങ്ങളെ കീറിയിട്ട് ഇങ്ങനെ പറയുന്നൊരു വാചകമുണ്ട്: ആകാശവും ഭൂമിയും സമുദ്രവും അതിലൊക്കെയും സൃഷ്ടിച്ച, ആകാശവും ഭൂമിയും സമുദ്രവും അതിലൊക്കെയും സൃഷ്ടിച്ച. അത് നിശ്ചയമായിട്ടും ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ സൃഷ്ടിച്ച, അതേസമയം കവനനുണ്ട്, സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ എന്ന സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. യേശു കാൽവരിയിൽ മരിച്ചു എന്നല്ല, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന, ദാറ്റ് ഈസ് ദ ഗോസ്പൽ ആദം പ്രീച്ച്ഡ്. ആദം and his children are the preachers of God, and they are the ministers of God because they are ordained by God. They got the breath of life, they got the spirit of life to preach the gospel. What is that gospel? Turn to the creator. സൃഷ്ടിതാവിലേക്ക്, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവങ്കിലേക്ക് തിരിയുവിൻ. എന്തുവാ തിരിഞ്ഞാലുള്ള കുഴപ്പം? തിരിഞ്ഞാൽ you will get the life of God. You can be the children of God. Come on, people of God. Amazing. It's a mind-blowing. Glory to God. Mind-blowing. Glory, 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 glory. മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ആദമിന്റെ മേൽ ഊതിയിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഞാൻ എന്റെ പിതാവ് വായിച്ചതുപോലെ നിങ്ങളെ വായിക്കുന്നു. The same thing God ordained, appointed, prepared Adam for the sake of the kingdom, to preach, to domain, to feed the real revelation of God to the generations, to the civilizations. So Adam became the preacher, and he became the living being. That means he became the covenant living person. It's a spiritually living person. The first living person in the world is Adam. He's in the covenant. Last one. യേശു പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കണം. അതിൻ്റെ അർത്ഥം ഇവർക്കും അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കി തരുന്നത്, അവിടെയുള്ളവർക്കെല്ലാം ചത്തു കിടക്കാന്നല്ല, അവരെല്ലാം സ്പിരിച്വലി ഡെഡ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, താല്പര്യമില്ല. യോഹന്നാൻ 5 അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്, ഞാൻ അവർക്ക് ജീവൻ കൊടുക്കും. സോ ദീസ് ഓൾ തിങ്സ്, ഇതെല്ലാം സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദമ് തന്റെ ഭാര്യയ്ക്ക് പേരിട്ടു, അവർക്ക് ഹൗവ എന്ന് പേരിട്ടു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ വാക്കിന്റെ അർത്ഥം? ജീവനുള്ളവർക്കെല്ലാം മാതാ. വാട്ട് ഇസ് ദ മീനിങ്? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും മാതാവെന്നല്ല, ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച, ദൈവത്തിന്റെ ശ്വാസം പ്രാപിച്ച, ആ ജീവൻ പ്രാപിച്ചവരുടെ മാതാവായിട്ട് ഹൗവ മാറുകയാണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ കവനന്റ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ലൈഫ്. ഹൗവ, Eve became the mother of all living beings. That doesn't mean that Eve is the mother of all humanity. Eve is the mother of all living beings. ഞാൻ നേരത്തെ പറഞ്ഞു, ആദമ് അവനെ തെരഞ്ഞെടുത്തു, ജനസമൂഹത്തിന് തെരഞ്ഞെടുത്തു. The same way കർത്താവ് അനുവദിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ഹൗ ഗോഡ് പ്രിപ്പയർ ഈവ് എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം ഹൗവായെ എവിടുന്ന് കിട്ടി നമ്മൾ അറിയണമല്ലോ, വാരിയിൽ എന്നാണ് എന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറക്കല്ലേ, എങ്ങനെയാണ് ദൈവം മനുഷ്യനെ പ്രിപ്പയർ. Now I'm concluding that you are a new creation in Christ Jesus. You have the breath of God. You have a covenant of God. You are a living person.
യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. നാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ മഹാസത്യത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാം. സോ ഈ ഇത്രയും സമയം I was really preaching so many treasures. Listen this message again and again and again and again whenever you get the time. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ജീവൻ നിങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. നമുക്കും കർത്താവിന് വേണ്ടി ജീവിപ്പാം. കർത്താവിടെ വരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ നവജീവനായി സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ ധാരാളം പകരണം. ആദമിനെ ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചെന്ന വചനത്തിന്റെ വെളിപ്പാടുകളെ ഒരുമിച്ച് കൈമാറുവാൻ ദൈവം കൃപ ചെയ്തനാൽ നന്ദിയോടെ വാഴ്ത്തും. നിന്റെ ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റും. പ്രാർത്ഥന കേട്ട ദയയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.